നമസ്കാരം ഗൈസ്. സമയം രാവിലെ 5 മണി. ഈ സമയത്ത് എണീക്കണമെങ്കിൽ ഒന്നുകിൽ അത് അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ അതൊരു ഫാൻ ഷോ ആയിരിക്കണം. ആൻഡ് ഇന്ന് ഓഗസ്റ്റ് 14, അതുകൊണ്ട് ഓഫ് കോഴ്സ് ഇതൊരു ഫാൻ ഷോ ആണ്. കൂലി പവർ ആറായത് അയ്യടാ, ഇത് എവിടെന്നോ കയറി വന്ന പൂച്ചയാണ് കേട്ടാ. അമ്മ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് ഗൈസ്, അമ്മയുടെ കൂട്ടിനായിട്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മിണ്ടാപ്രാണി അമ്മയ്ക്ക് കൂട്ടായിട്ട് എപ്പോഴും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഇപ്പം ഈ 1-2 മാസമായിട്ട് അമ്മ പിടിച്ചു നിർത്തിക്കുന്ന ഒരു കൂട്ടാണ് ഇവൻ. പൂച്ച സാർ, ഹലോ സാർ. അപ്പൊ വാ, നമുക്ക് നേരെ പടത്തിന് പോവാം. പറഞ്ഞാടാ, വരണ പടത്തിന് വരണ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പടത്തിന് പോവാം. സമയം 5:25. ആഹാ, ഇതൊക്കെ ഓണായി വരാൻ തന്നെ കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. അങ്ങനെ താണ്ട എൻ്റെ മൂവി പാർട്ട്ണർ ഗേറ്റൊക്കെ അടച്ച് ഉറക്കം തൂങ്ങിയിട്ട് ഇതാ വന്നിരിക്കുകയാണ്. നമ്മളൊരു ഹൈ പറ. അപ്പൊ പോവാം. കൂലി പവർ. സമയം കൃത്യം 5:31. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ. ഗേറ്റ് തുറന്നിട്ടില്ല ഗൈസ്, നമ്മൾ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സാധാരണ നമ്മൾ ഈ സമയത്ത് എത്താറില്ല, എന്തോ ഭാഗ്യത്തിന് എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നതുമില്ല. എന്തായാലും നമുക്ക് കാത്തിട്ട് നിൽക്കാം. അങ്ങനെ നമ്മൾക്ക് വേണ്ടി ആ കവാടം മലർക്കെ തുറന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. തലൈവർ ഇങ്ങനെ കാത്തു കിട്ടിയെന്ന് ഫാൻ ഷോയ്ക്ക് പടം കാണുന്നതിന്റെ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പറ്റിയ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ തിയേറ്ററിനകത്ത് ഫസ്റ്റ് പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. ആരുമില്ല. മാളു ഉണ്ടാ? ഇന്ന് കാണാൻ വയ്യ. ഉണ്ടാ? ഫ്ലാഷ് ഇട്ടു. അപ്പോൾ സുഹൃത്തുക്കളെ, പടം കണ്ടത് നേരെ വീടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:30. അപ്പോൾ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പടം സൂപ്പർ ഹിറ്റ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം പടം അതിന് മാത്രമുള്ള ഒന്നുമില്ല. ഇത്രയധികം ഹൈപ്പൊക്കെ കൊടുത്ത് ഇതെല്ലാം കൊടുത്ത് ലൊക്കേഷനിൽ നിന്ന് ഒരിക്കലും ഇത് എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം പുള്ളിയുടെ മാനഗരം തൊട്ട് ഇതുവരെയുള്ള സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പുള്ളിക്ക് പറ്റിയ ഒരു അബദ്ധമായിരിക്കാമെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾക്ക് വിക്രമൊക്കെ കാണുമ്പോഴത്തേക്ക് ആ ഒരു ഇൻ്റർവെൽ പഞ്ചായാലോ അല്ലെങ്കിൽ അതിനകത്തുള്ള ബാക്കിയുള്ള സീൻസ് ഇങ്ങനെ ഓരോന്ന് പോകുമ്പോഴും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ചാർജ് ആവത്തില്ലേ? കേട്ടപ്പോൾ തന്നെ നമുക്ക് കണ്ടപ്പോൾ തന്നെ ചാർജ് ആവുന്നൊരു സാധനമില്ലേ? ഇതിനകത്ത് അതില്ല. ഒരു മാസ് എലമെൻറ്റ്, ഒരു ഗൂസ് ബംസ് എലമെൻ്റ് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് വന്നിട്ടില്ല. മേ ബി പുള്ളി ഒരു രജനി ഫാൻ അല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കമൽ വിജയ് ഫാൻ ആയതുകൊണ്ടാണ്. അവരെയൊക്കെ വെച്ച് പണിയത് ഓൾമോസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. രജനി വെച്ച് പണിയത് അത്ര കറക്റ്റായിട്ടില്ല. പിന്നെ നമ്മൾ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും പടം കാണാൻ പോകുന്നത്. LCU, CCU, BSc, MSc എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റി വല്ല ആയിരിക്കും അതിൻ്റെ ഒരു ഘടകമായിരിക്കും. അപ്പം ലോകേഷ് ഒരു രജനിയെ കൈ കിട്ടിയിട്ട് എന്തായാലും LCUവിൽ കുത്തിക്കയറ്റാതിരിക്കൂല. അങ്ങനെയൊക്കെ പല ചർച്ചകളും ഈ പടത്തിൻ്റെ ട്രെയിലർ വന്നതിന് ശേഷം പല ഡീകോഡിങ്ങൾ നടന്നിട്ടില്ലേ. അപ്പം അതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ടാവണം ചിലപ്പോൾ നമുക്ക് ഇതൊന്നും അത്ര ദഹിക്കാത്തത്. അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ തലയിൽ കുത്തിക്കയറ്റി വെച്ചിട്ടില്ല ഇത് ഇന്നതായിരിക്കും, അങ്ങനെ ആവാം. അതൊക്കെ നമ്മൾ കുറേ ഓവർ എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ട് പോയതുകൊണ്ടാവണം പുള്ളി ഇതൊന്നും അല്ല അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് വേറൊരു സംഭവമാണ്. വിക്രം പോലെയൊക്കെ പുള്ളി എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇൻ്റർവെല്ലൊക്കെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അതൊന്നും സാധനം വർക്കൗട്ട് ആയിട്ടില്ല. എനിക്കിതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് വിക്രം സിനിമ പോലത്തെ ആ ഒരു പ്ലോട്ട് തന്നെയാണ് ഇവിടെയും പിടിച്ചിരിക്കുന്നത്. അവിടെ സ്മഗ്ലിങ്, ഇവിടെയും സ്മഗ്ലിങ്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് മയക്കുമരുന്നും കാര്യങ്ങളും, ഇവിടെ എന്ന് പറയുമ്പോൾ ഗോൾഡ്. വിക്രം സിനിമയിൽ റോളക്സിനെ കൊണ്ടുവരും, ഈ സിനിമയിൽ അമീർ ഖാൻ്റെ ദാഹ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരും. പക്ഷേ റോളക്സ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു 10 മിനിറ്റ് കൊണ്ട് റോളക്സ് എന്ന ക്യാരക്ടറിന് ഉണ്ടാക്കിയെടുത്ത ഒരു ഫാൻ ബേസ് ഈ ദാഹ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ അമീർ ഖാനെ കൊണ്ടുവന്ന് പുള്ളിയുടെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് കൊണ്ടുവന്നത്? ഇങ്ങനത്തെ ഒരു ഗ്യാങ് എന്തിന്? സൈമൺ എന്തിന്? ദാഹ, ദയാൽ, ഇവരൊക്കെ എന്തിനാണ് ഇത് ചെയ്യണത്? അത് പ്രേക്ഷകർക്ക് ഒട്ടും കണക്റ്റ് ആയിട്ടില്ല. ഏതൊരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു നാഗാർജുന ആദ്യം ഈ കഥ കേട്ടപ്പോൾ സമ്മതിച്ചില്ല എന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ റീസൺ. ആ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുകയാണെങ്കിൽ ഈ പടം 1 ടൈം വേണമെങ്കിൽ വാച്ചബിൾ ആണ്. ഒരു ആവറേജ് മൂവി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര
ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമൊന്നും അതിനകത്തില്ല. ഈ പടം രാവിലെ 6 മണിക്ക് ഉറക്കമുളച്ച് ഫാൻ ഷോയ്ക്ക് പോകാനുള്ള മെയിൻ റീസണിലൊന്നെന്ന് പറയുന്നത് ഒന്ന് തലൈവരും മറ്റത് ലോക്കിയണ്ണനുമാണ്. തലൈവറുടെ സ്വാഗ്, ഓറ, മാസ്, ആ ഒരു പഞ്ച് ഡയലോഗ്, സ്റ്റൈല്, അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് പോയത്. ആ ഒരു പുള്ളിയുടെ ആ ഒരു മാസ് ഓറ എന്ന് പറയുന്ന സാധനം അത് ആ സിനിമയിൽ ഫീൽ ചെയ്തില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ലോക്കിയണ്ണനാണ്. പുറമേ നിന്നുള്ള ഒരു ഡയറക്ടേഴ്സിൽ നിന്ന് ഇത്രയധികം ഫാൻസ് ഉള്ള ഒരു ഡയറക്ടർ വേറെ ഉണ്ടാവത്തില്ല. പ്രശാന്ത് നീൽ, ലോകേഷ് കനകരാജ്, അല്ലി, പിന്നെ രാജമൗലി, അങ്ങനെയുള്ള കുറച്ച് പേർക്ക് നല്ല ഫാൻ ബേസ്, ഡയറക്ടേഴ്സിന് നല്ല ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഡയറക്ടറിനെ നമ്പി നമുക്ക് ചില പടങ്ങൾ കാണാൻ തോന്നും. അപ്പം നല്ല ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഡയറക്ടറുള്ള ഒരാളാണ് ലോക്കിയണ്ണൻ. പക്ഷേ ഈ പടം അത്ര ഗ്യാരണ്ടി അല്ല. പുള്ളി ചെയ്തതിൽ വെച്ചൊരു വർക്കാവാതെ, പുള്ളി ഉദ്ദേശിച്ച സാധനം വർക്കാവാത്ത, പ്രേക്ഷകർക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു പടം ചിലപ്പം ഈ കൂലിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഡീകോഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ നല്ല സ്ക്രിപ്റ്റ് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 1-2 പേജുകളിലൊക്കെ കണ്ടായിരുന്നു. ഇതിപ്പം മറ്റേ ഫ്യൂച്ചറിന്ന് രജനീകാന്ത് ഫ്യൂച്ചറിന്ന് പാസ്റ്റിൽ പോയി അത് അവിടെ നിന്ന് പ്രസൻറ്റിൽ വരിക, അങ്ങനത്തെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ, ഒരു സയൻറ്റിഫിക് ത്രില്ലർ ടൈപ്പ് സാധനങ്ങളൊക്കെ കുറേ പേജിലൊക്കെ ഞാൻ ഇങ്ങനെ ഡീകോഡ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരുപാട് സ്ക്രിപ്റ്റ് ഐഡിയാസ് ഉണ്ടല്ലോ. അവർ ചിലപ്പോൾ നല്ല സിനിമയൊക്കെ എടുക്കണം കേട്ടോ. അപ്പം ഇതിൽ എനിക്ക് സ്ക്രിപ്റ്റ് പോരായ്മയായിട്ട് തോന്നി. പിന്നെ പല ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പാൻ ഇന്ത്യൻ റീച്ച് പിടിക്കാനും പാൻ ഇന്ത്യയിൽ നല്ല കളക്ഷൻ കയറാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു സാധനമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് കന്നഡ സ്റ്റാർ ഉപേന്ദ്രയാണ്. പുള്ളിയുടെ ആ ഒരു നോട്ടവും ആ കണ്ണൊക്കെ ഭയങ്കര തീക്ഷ്ണതയുള്ള ഒരു കണ്ണാണ് കേട്ടോ. അത് പുള്ളി ലാസ്റ്റ് കുറച്ച് ഭാഗത്താണ് വരുന്നത്, നന്നായിട്ടുണ്ട്. പിന്നെ രജനീകാന്തിൻ്റെ പഴയ കാലമൊക്കെ ഇത്തിരി വെച്ച് എന്തൊക്കെ സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ ലോക്കിയണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരായാലും 150 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് കൊടുത്ത് പടം കാണുകയാണെങ്കിൽ അത് മുതലാവുമെന്ന്. എനിക്ക് തോന്നുന്നില്ല അത് മുതലാവുമെന്നുള്ളത്. സോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. 1000 കോടി കയറും എന്നൊക്കെ പറയണത് കേട്ടായിരുന്നു. അവിടെ പല പല ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നത് കൊണ്ട് മേ ബി 500 കോടി കയറിയാലായും. പക്ഷേ അതിനുള്ള സാധനം ഇല്ലയെന്ന് ഞാൻ പറയുള്ളൂ. ലോകേഷിൽ നിന്ന് ഇത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പൊന്നു ലോക്കിയണ്ണ വേണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.